കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ വനിതാ ദിനത്തിൽ മറ്റൊരു വലിയ ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോദി സർക്കാർ. ഭൂരിഭാഗം വീടുകളിലും പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ദിനംപ്രതി വർദ്ധിക്കുന്ന ഗ്യാസ് വിലയിൽ ജനങ്ങൾ വലഞ്ഞിരുന്നു. കുതിച്ചുയരുന്ന ഗ്യാസ് സിലിണ്ടർ വിലയിൽ ജനങ്ങൾക്ക് ആശ്വാസമായ ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർച്ച് 8 വനിതാ ദിനത്തിൽ ഗ്യാസ് സിലിണ്ടറിന് 100 രൂപ കുറച്ചിരിക്കുകയാണ്. വനിതാ ദിനത്തിൽ ഗാർഹികാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 100 രൂപയാണ് കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ഈ നടപടി സഹായകമാകുമെന്നും നാരീശക്തിക്ക് പ്രയോജനകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാചകവാതകത്തെ താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും ആരോഗ്യകരമായ പരിസ്ഥിതിയും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മോദി പറഞ്ഞു. വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഉജ്ജ്വൽ യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി 1 വർഷത്തേക്ക് നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിച്ചിരുന്നു. 14.2 കിലോഗ്രാം LPG സിലിണ്ടറിനുള്ള 300 രൂപ സബ്സിഡിയായാണ് 2025 മാർച്ച് വരെ നീട്ടാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബറിലാണ് പാവപ്പെട്ടവർക്കായുള്ള ഉജ്ജ്വല യോജന പ്രകാരമുള്ള സിലിണ്ടറുകളുടെ സബ്സിഡി 300 രൂപയാക്കിയത്. പുതിയ തീരുമാനം നടപ്പാക്കുമ്പോൾ സർക്കാരിന് 12,000 കോടി രൂപ അധികമായി ചിലവാകും. 10 കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്.